അതിതീവ്രമഴ പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മയും കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു തആല നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. എല്ലാ അദാബുകളും അല്ലാഹു നമ്മെ തൊട്ട് പൂർണ്ണമായി ബന്ധപ്പെട്ടത് അല്ലാഹു തആല തട്ടിമാറ്റട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുദീർഘമായി ഒന്നും ഇന്ന് സംസാരിക്കുന്നില്ല. മഹാനരായ താജുൽ ഔലിയ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി കബർത്തി മഹാനവരുടെ ആണ്ടിന്റെ സമയമാണ്. നിങ്ങളൊക്കെ മഹാഭാവനെ കുറിച്ച് നമുക്ക് പഠിക്കണം. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ അവരുടെ ആണ്ടിന്റെ ദിവസങ്ങളും സമയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം അവരെ കുറിച്ച് പഠിക്കണം. ഇന്ന് പഠനമില്ല, വിലയിരുത്തലില്ല, അല്ലെങ്കിൽ മഹാന്മാരെ കുറിച്ച് അറിയുന്നില്ല, വായിക്കുന്നില്ല, വായന അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരു ദിവസമെങ്കിലും അല്പനേരമെങ്കിലും വായിക്കാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട്. അത് വലിയവരാവട്ടെ ചെറിയവരാവട്ടെ, നമ്മുടെ ചെറിയ മക്കൾക്ക് കുട്ടിക്കാലത്തിന്റെ വായനാശീലം വളർത്തിയെടുക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധമായ ഖുർആൻ ആദ്യം നമ്മൾ പറഞ്ഞത് നിസ്കരിക്കണമെന്നല്ലോ, നോമ്പനുഷ്ഠിക്കണമെന്നല്ലോ. അല്ലാഹു തആല ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുത്തപ്പോൾ ആദ്യം പഠിപ്പിച്ചത് ഇഖ്റ, വായിക്കണമെന്നാണ്. വായന അത്രയും പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഒരു ദിവസം എത്ര ആളുകൾ ദിവസവും വായിക്കുന്നുണ്ട്? കേവലം പത്രങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, പത്രങ്ങൾ മാത്രം വായിച്ചാൽ പോരാ. കൃത്യമായ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കണം, ദീന് വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മഹാനരായ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹു അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സുദീർഘമായ അധ്യായമാണ്, വിശാലമായ ജീവിത ചരിത്രമാണ്. പ്രിയപ്പെട്ട അവിടുത്തെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയത്, അവിടുത്തെ ജീവിതത്തെ ക്രമീകരിച്ചത് മാതാപിതാക്കളാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ആ മാതാപിതാക്കൾ ഉപ്പയും കൃത്യമായ തർബിയത്ത് ആ കുഞ്ഞിന് കണിഞ്ഞേകിയപ്പോൾ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് വലുതായി, എങ്ങനെ വലുതായി? ആത്മീയ ലോകത്തേക്ക് വളർന്ന് പന്തലിച്ചു മാറിപ്പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾക്കൊന്നും വായിക്കാറിയില്ലാതെ മാത്രമല്ല, ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും മൊബൈൽ ഫോണിലാണ്. ആർക്കും സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുകയില്ല. ഇനി നമ്മൾ വാശി പിടിച്ചത് വാങ്ങിയാലോ അത് അതിലേറെ സംഘടനകൾക്കും അതുപോലെ പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നതുകൊണ്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ ഇരിക്കണം. ഏതൊക്കെ കാണാൻ പറ്റും പോലെ, ഏതൊക്കെ കാണാൻ പറ്റില്ല, എന്താണ് കാണേണ്ടത്, ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പോലെ അതിലേക്ക് പോകാൻ പാടില്ല. അതായത് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് മാതാപിതാക്കളായ നമ്മൾ അവിടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ട പ്രത്യേകമായ ക്ലാസ് എടുത്തു കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിക്കും. ഇന്നത്തെ സിറാജ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതേ നടന്നു വരുന്ന കുട്ടികൾ 8, 9, 10, 12 വയസ്സുള്ള കുട്ടികളാണ്. ഇന്നത്തെ ഒന്നാം ക്രിമിനലുകളാണ് കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റവാളികൾ 50, 60 പിന്നിട്ടവരൊന്നുമല്ല, ചെറിയ കുട്ടികൾ വലിയ കേസുകളിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് സീരിയലും സിനിമയും നിരന്തരമായി കണ്ട് അവരൊക്കെ വലിയ ക്രിമിനലുകളായി മാറുന്നു. അങ്ങനെ വലിയ കുറ്റകൃത്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, കൃത്യമായ ഗൈഡൻസ് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ കൂടെ ഇരുന്നുകൊണ്ട് എന്ത് കാണാൻ പാടില്ല എന്ന രൂപത്തിൽ കുട്ടികൾക്ക് അതിനെ കുറിച്ച് ഒരു പാഠം നമ്മൾ എടുത്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ രണ്ടു ലോകത്തിൽ നമുക്ക് ഉപദേശിക്കുന്ന ഖുർആൻ പറഞ്ഞ ഖുർആൻ എന്ന് പറയുന്ന കൺകുളിർമയാകുന്ന മക്കളിൽ അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവരെങ്ങനെയാണ് കുട്ടികളെ വളർത്തിയതെന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ദീർഘമായി സംസാരിക്കുന്നില്ല. മഹാനായ ഖാസിം വലിയുള്ളാഹി പ്രത്യേകം വാക്യം ഓതേണ്ടതുണ്ട്. 248 ആളുകളെ പ്രത്യേകം നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാനുണ്ട്. അല്ലാഹു തആല നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ.